മക്കളെ, എല്ലാവരും ഇപ്പോൾ ഈ ഒരു ടെൻഷനിലായിരിക്കും അല്ലേ? മെയ് 9 നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് SLCയുടെ. ടെൻഷൻ. മക്കളെ, നമ്മുടെ ലൈഫിലേക്ക് ചില കാര്യങ്ങൾ അതിൻ്റെ സമയമാകുമ്പോൾ കയറി വരും. അതാലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് സന്തോഷമായാലും സങ്കടമായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് A+ കിട്ടാം, കിട്ടാതിരിക്കാം, എന്തും ആയിക്കോട്ടെ. രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, A+ കിട്ടിയവരോടും കിട്ടാത്തവരോടും, ഇത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ചിലർ എന്ത് ചെയ്യാം, വീണേക്കാം, ചിലർ അടിപൊളിയായിട്ട് അത് കിടക്കാം. എന്തായാലും ഇത് ഫസ്റ്റ് സ്റ്റെപ്പോടുകൂടി തീരുന്നില്ല മക്കളെ. ഇതൊരു തുടർച്ചയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അടിപൊളിയായി എന്ന് കരുതിയിട്ട് അടുത്ത സ്റ്റെപ്പ് അടിപൊളിയായിക്കളെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ വീണു എന്ന് കരുതിയിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മുടെ ട്രൈ തുടർന്നുകൊണ്ടേയിരിക്കണം. അവസാനിപ്പിക്കരുത് മക്കളെ. നമ്മൾ അടിപൊളിയായ ഒരു ലൈഫിൽ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപാട് അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് പറയുകയാണ്, ഒരു SLC കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല. അതിന് ഫുൾ A+ കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകണം. അതാണ് നമുക്ക് വേണ്ടത്. ഒന്നും A+ കുറവായല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്, പക്ഷേ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് SLC കഴിഞ്ഞ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കാം എന്നാലോചിച്ച് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് അത് ആലോചിച്ച് എന്ത് ചെയ്യുക? പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കാതെ മക്കളെ, 0 ടെൻഷനായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് സെറ്റാക്കാം.